നമസ്കാരം. ഒരു വ്യക്തിയിൽ പല വിധത്തിലുള്ള ദുരിതങ്ങളും കഷ്ടതകളും പല സമയങ്ങളിലായി വന്നു ചേരും. ദോഷകരമായ ഫലങ്ങൾ പലപ്പോഴും ഒരു വ്യക്തിയെ അലട്ടിക്കൊണ്ടിരിക്കും എന്നത് വാസ്തവമായ കാര്യമാകുന്നു. ഇത്തരത്തിൽ അലട്ടിക്കൊണ്ടിരിക്കുന്നതായ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം തന്നെയാണ് വ്രതാനുഷ്ഠാനങ്ങൾ. അതിൽ പ്രധാനപ്പെട്ടതായ ഒരു വ്രതാനുഷ്ഠാനമാണ് ഗുരുവായൂർ ഏകാദശി. ഏവരും കാത്തിരിക്കുന്നതായ ഒരു ഏകാദശിയാണ് എന്ന് തന്നെ പരാമർശിക്കാം. എന്നാൽ ഈ ഏകാദശിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതിന് കാരണമായി തീരും. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നും വീടുകളിൽ ഈ പുഷ്പം വിടർന്നാൽ ചെയ്യേണ്ടതായ കാര്യങ്ങളെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തേതായ കാര്യം, നിറവയർ ആഹാരം ഈ ദിവസങ്ങളിൽ പാടില്ല എന്ന കാര്യമാകുന്നു. ഈ കാര്യത്തിന് വളരെയധികം പ്രാധാന്യം നൽകണം. മത്സ്യം, മാംസം, ലഹരി എന്നീ കാര്യങ്ങൾ പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ ഒരിക്കലും തലേ ദിവസത്തെ ആഹാരം നിങ്ങൾ കഴിക്കുവാൻ പാടുള്ളതല്ല. ആ കാര്യത്തിനും പ്രാധാന്യം നൽകുക. അതിനാൽ ആഹാരവുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾ പ്രാധാന്യം നൽകി മുന്നോട്ട് പോവുക. മറ്റൊരു കാര്യം, കുളിക്കാതെ ഒരിക്കലും ഈ ദിവസങ്ങളിൽ ഇരിക്കാൻ പാടുള്ളതല്ല. അതിരാവിലെ തന്നെ കുളിച്ച് ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുന്നതാണ് ഏറ്റവും ശുഭം. പ്രത്യേകിച്ചും അതിരാവിലെ ഉണർന്ന് കുളിച്ച് തുളസിക്ക് ജലം സമർപ്പിക്കുന്നതും തുളസി ജലം കൊണ്ട് ഭഗവാന്റെ വിഗ്രഹം തളിച്ചതിന് ശേഷം വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ശുഭകരമായ ഒരു കാര്യമാകുന്നു. ഈ ദിവസങ്ങളിൽ ഒരിക്കലും മുഷിഞ്ഞ വസ്ത്രങ്ങൾ നിങ്ങൾ ധരിക്കുവാൻ പാടുള്ളതല്ല. ശുഭ വസ്ത്രങ്ങൾ ധരിക്കണം എന്ന കാര്യം ഓർക്കുക. കീറിയതായ വസ്ത്രങ്ങളും ധരിക്കുവാൻ പാടുള്ളതല്ല. കീറിയ വസ്ത്രങ്ങൾ തുന്നിയതിന് ശേഷം ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല, അല്ലാതെ ഉപയോഗിക്കാൻ പാടില്ല എന്ന കാര്യം ഓർക്കുക. ഈ ദിവസങ്ങളിൽ കറുത്ത നിറം ഉപയോഗിക്കാതിരിക്കുന്നതാണ് ശുഭം. എന്നാൽ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് ഏറ്റവും വിശേഷം തന്നെയാകുന്നു. മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിച്ച് പ്രത്യേകിച്ചും വിളക്ക് തെളിയിക്കുന്നത് ശുഭകരമായ ഫലം നൽകും. സുമംഗലികളായ സ്ത്രീകളാണ് എങ്കിൽ വെളുത്ത വസ്ത്രം മാത്രം പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ആ കാര്യത്തിനും പ്രാധാന്യം നൽകുക. ഈ ദിവസങ്ങളിൽ ഒരിക്കലും കുട്ടികളുടെയോ സ്ത്രീകളുടെയോ മനസ്സ് വിഷമിപ്പിക്കുവാൻ പാടുള്ളതല്ല. അവരെ ഉപദ്രവിക്കുന്നത് അതീവ ദോഷകരമായി മാറും എന്ന കാര്യവും ഓർക്കുക. അതിനാൽ അവരെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കണം. കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങൾ അല്ലെങ്കിൽ മധുരം വാങ്ങി നൽകുന്നത് ഏറ്റവും ശുഭകരമായ ഒരു കാര്യം തന്നെയാകുന്നു. കൂടാതെ ഈ സമയം മൃഗങ്ങളെ ഒരിക്കലും നിങ്ങൾ ഒരു കാരണവശാലും ഉപദ്രവിക്കാൻ പാടുള്ളതല്ല. മൃഗങ്ങളെ ഉപദ്രവിക്കുന്നതും ദോഷകരമായി ഭവിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. മറ്റുള്ളവരുടെ മനസ്സ് വിഷമിപ്പിക്കുന്നതായ കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ ചെയ്യുവാൻ പാടുള്ളതല്ല. മറ്റുള്ളവരുടെ മനസ്സിൽ വന്നു ചേരുന്നതായ ആ വിഷമം നിങ്ങൾക്ക് ദോഷമായി ഭവിക്കും. അതിനാൽ ഇത്തരം കാര്യങ്ങൾക്കും പ്രാധാന്യം നൽകുക. കൂടാതെ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മനസ്സിൽ ദുഷ്ചിന്തകൾ, തെറ്റായ ചിന്തകൾ വരാൻ പാടുള്ളതല്ല. ഈ സമയം നിങ്ങൾ ഇത്തരം ചിന്തകൾ മനസ്സിൽ കൊണ്ടുവരുന്നതിലൂടെ അത് നിങ്ങൾക്ക് വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങളെ, ഐശ്വര്യങ്ങളെ കുറയ്ക്കുന്നതിന് കാരണമായി തീരും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഈ സമയങ്ങളിൽ തീർച്ചയായും നിങ്ങൾ മന്ത്രങ്ങൾ ജപിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും മന്ത്രം ജപിക്കുവാൻ സാധിക്കാതെ വരാം. എന്നാൽ അത്തരം കാര്യങ്ങൾ എല്ലാം തന്നെ ഒഴിവാക്കി തീർച്ചയായും നിങ്ങൾ മന്ത്രം ജപിക്കേണ്ടത് അനിവാര്യമാണ്. വിളക്ക് തെളിയിച്ച് ശുദ്ധിയോടെ മന്ത്രം ജപിക്കുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. ഈ സമയം നിങ്ങൾക്ക് കടം വാങ്ങേണ്ടതായ സാഹചര്യം വന്നു ചേരുകയാണ് എങ്കിൽ പോലും ഈ ദിവസങ്ങൾ അല്പം ഒഴിവാക്കുന്നതാണ് ഉത്തമം. അതിനുശേഷം വാങ്ങുന്നതായിരിക്കും ശുഭം. അത്ര ആവശ്യമാണ് എങ്കിലാവാം, അതല്ല എങ്കിൽ അല്പം കൂടി നീട്ടുന്നതായിരിക്കും ശുഭകരം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഈ സമയം ഒരിക്കലും ഒരു കാര്യത്തിലും ആലസ്യം പാടുള്ളതല്ല. ശരിയായ സമയത്ത് തന്നെ ആ കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചെയ്തു തീർക്കുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്.
പിന്നീടത്തേക്ക് മാറ്റി വയ്ക്കുന്നതായ സാഹചര്യം ഒഴിവാക്കണം. അപ്പോൾ ചെയ്യേണ്ടതായ കാര്യങ്ങളാണ് എങ്കിൽ അപ്പോൾ തന്നെ ചെയ്യുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മരം വെട്ടരുത്, അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നതാണ് ശുഭം. പ്രത്യേകിച്ചും തുളസി പറിക്കുവാൻ പാടുള്ളതല്ല. തുളസി എന്നുദ്ദേശിക്കുന്നത് തുളസിയിലെയല്ല. തുളസി ചെടി പറിച്ച് മാറ്റുവാൻ പാടുള്ളതല്ല. അത് നിങ്ങൾക്ക് ശുഭമായി ഭവിക്കില്ല എന്നാണ് പറയുക. തുളസി ഏകാദശി ദിവസം ഒരിക്കലും തുളസി പറിക്കുവാൻ പാടുള്ളതല്ല. അതിനാൽ ഏകാദശിക്ക് തലേ ദിവസം തീർച്ചയായും തുളസി പറിച്ച് വയ്ക്കാവുന്നതാണ്. അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. ഏകാദശി നാളിൽ തുളസി പറിക്കുന്നതിലൂടെ തുളസി ദേവിയുടെ അനുഗ്രഹം പോലും നഷ്ടമാകും എന്നാണ് പറയുക. കാരണം ദേവി അന്നേ ദിവസം വ്രതത്തിലായിരിക്കും. കൂടാതെ അന്നേ ദിവസം ഒരിക്കലും തുളസിക്ക് ജലം അർപ്പിക്കാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. എന്നാൽ തുളസിക്ക് വിളക്ക് വച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ശുഭകരമായ ഒരു കാര്യം തന്നെയാകുന്നു. വീടുകളിൽ 2 നേരം വിളക്ക് വയ്ക്കാതിരിക്കരുത്. ഏത് സാഹചര്യങ്ങൾ വന്നാലും നിങ്ങൾ വിളക്ക് വയ്ക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നിങ്ങളുടെ വീടുകളിൽ ഐശ്വര്യം വർദ്ധിപ്പിക്കുന്നതായ കാര്യമാകുന്നു. അതിനാൽ ആ കാര്യത്തിന് വളരെയധികം പ്രാധാന്യം നൽകണം. ഞാൻ ഈ പരാമർശിക്കുന്ന പുഷ്പങ്ങൾ വീടുകളിൽ വിടരുകയാണ് എങ്കിൽ തീർച്ചയായും ഈ കാര്യങ്ങൾ ചെയ്യുവാൻ മറക്കാതിരിക്കുക. നീല അല്ലെങ്കിൽ വെള്ള ശംഖുപുഷ്പം വീടുകളിൽ ധാരാളമായി വിടരുന്നത് മഹാഭാഗ്യം തന്നെയാകുന്നു. ധനപരമായ തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുന്നതിൻ്റെ സൂചനയായി തന്നെ പരാമർശിക്കാം. മഞ്ഞ പുഷ്പം ധാരാളമായി വിടരുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. ആഗ്രഹ സാഫല്യമാണ് വന്നു ചേരുക. കൂടാതെ മുല്ല ധാരാളം വളരുകയാണ് എങ്കിൽ അത് ശുഭകരമാണ്. മുല്ല പുഷ്പം അത് കുടുംബത്തിന്റെ ഉയർച്ചയും ഐശ്വര്യവും വന്നു ചേരുന്നതിന് സഹായകരമാണ്. റോസാപുഷ്പം സ്നേഹവും അംഗീകാരവും ധനവും വന്നു ചേരുന്നതിന്റെ സൂചന തന്നെയാകുന്നു. ഈ പുഷ്പങ്ങൾ അതിനാൽ വിളക്ക് തെളിയിക്കുമ്പോൾ ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. ധനപരമായ തടസ്സങ്ങൾ അകലുന്നതിനും ആഗ്രഹ സാഫല്യം വന്നു ചേരുന്നതിനും കുടുംബത്തിനും സന്താനങ്ങൾക്ക് ഉയർച്ചയും അംഗീകാരവും സ്നേഹവും ധനപരമായ നേട്ടങ്ങളും തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരുന്നതിനും ഈ പുഷ്പങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് അതീവ ശുഭകരം തന്നെയാകുന്നു. എന്നാൽ ഈ സമയം തീർച്ചയായും ഈ ഒരു മന്ത്രം കൂടി നിങ്ങൾ ജപിക്കേണ്ടതായിട്ടുണ്ട്. മന്ത്രം ഇപ്രകാരമാണ്: ഓം നമോ വിഷ്ണവേ സുരപതയേ മഹാബലായ സ്വാഹ എന്നാണ് മന്ത്രം. ഓം നമോ വിഷ്ണവേ സുരപതയേ മഹാബലായ സ്വാഹ എന്നാണ് മന്ത്രം. ഈ മന്ത്രം മഹാബല ഗോപാല മന്ത്രമാകുന്നു. ഈ മന്ത്രം ജപിക്കുന്നതും സർവ്വ ഐശ്വര്യങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതിന് സഹായകരം തന്നെയാകുന്നു. പൂർണ്ണ വിശ്വാസത്തോടെ മാത്രമേ ഈ കാര്യങ്ങൾ ചെയ്യുവാൻ പാടൂ.